നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള വൊക്കാബുലറിയും ഇംഗ്ലീഷ് ഗ്രാമറും ഒരു 25 ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, നൺ ഓഫ് ദം ഡാഷ് ലേസി. നൺ ഓഫ് ദം ഡാഷ് ലേസി. അപ്പൊ നൺ ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗണും സിംഗുലാർ വെർബുമാണ് ചേർക്കാനുള്ളത്. അതാണ് അതിൻ്റെ ഒരു ഫോം. നൺ ഓഫ് കഴിഞ്ഞ് പ്ലൂറൽ നൗൺ, അപ്പം ദം എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അത് കഴിഞ്ഞിട്ട് സിംഗുലാർ വെർബാണ് ചേർക്കേണ്ടത്, അല്ലെങ്കിൽ ഓക്സിലറി വെർബ്. ആറും വേറും അപ്പോൾ വരത്തില്ല. ഈസ് ആണോ ഹാസ് ആണോ? നൺ ഓഫ് ദം ഹാസ് ലേസി, ഒരു പൊസിഷൻ അല്ലല്ലോ അവിടെ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ്? നൺ ഓഫ് ദം ഈസ് ലേസി. നൺ ഓഫ് ദം ഈസ് ലേസി. അടുത്തത്, നോ സൂണർ ഡിഡ് ഹി ക്യാച്ച് ദ ട്രെയിൻ. അപ്പൊ നോ സൂണറിന്റെ ഫോം എങ്ങനെയാണ്? നോ സൂണർ കഴിഞ്ഞ് ഡിഡ്. നോ സൂണർ കഴിഞ്ഞിട്ട് ഡിഡ്, അത് കറക്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ നോ സൂണർ ഡിഡ് ഹി ക്യാച്ച് ദ ട്രെയിൻ. നോ സൂണർ ദാൻ. അപ്പോ ഓപ്ഷൻ എ ഡിലീറ്റ് ചെയ്യാം, ഓപ്ഷൻ ഡിയും ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഓപ്ഷൻ ബി ആണോ സി ആണോ നോക്കാം. ഓപ്ഷൻ ബി എന്താണ്? ദാൻ ദ ഓൾഡ് മാൻ സ്ലിപ്ഡ് ഫ്രം ദ കമ്പാർട്ട്മെന്റ്. അപ്പൊ നോ സൂണർ ദാൻ കഴിഞ്ഞിട്ട് V2 ആണ് ചേർക്കേണ്ടത്. അത് ഇവിടെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ സിയിൽ ഹാഡ് പ്ലസ് V3 ആണ്, അതല്ല, തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പൊ എങ്ങനെ വരാ? നോ സൂണർ ഡിഡ് ഹി ക്യാച്ച് ദ ട്രെയിൻ ദാൻ ദ ഓൾഡ് മാൻ സ്ലിപ്ഡ് ഫ്രം ദ കമ്പാർട്ട്മെന്റ്. മൂന്നാമത്തെ ചോദ്യം, when the father retired the son dash the business. അപ്പൊ ഫാദർ റിട്ടയർ ചെയ്തപ്പോ സൺ ബിസിനസിനെ എന്ത് ചെയ്തു? ഏറ്റെടുത്തു. അപ്പൊ ഏറ്റെടുക്കുക എന്നുള്ള ഫ്രേസൽ വെർബ് ഏതാണ്? ടുക്ക് ഓവർ. ടുക്ക് ഓവർ ആണ്. ദ കമ്പാരിറ്റീവ് ഫോം ഓഫ് ലിറ്റിൽ. ലിറ്റിലിന്റെ കമ്പാരിറ്റീവ് ഫോം ലെസ്. ലിറ്റിൽ, ലെസ്, ലീസ്റ്റ് അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ലിറ്റിലിന്റെ കമ്പാരിറ്റീവ് ഫോം ഏതാണ്? ലെസ് ആണ്. ഹി ഡാഷ് if he had nodded positively. അപ്പൊ ഹാഡ് പ്ലസ് V3 കണ്ടീഷണൽ ക്ലോസ് ആണ്. ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ്. അപ്പം വുഡ് ഹാവ് സെലക്ടഡ് ആണ്. ഹി വുഡ് ഹാവ് സെലക്ടഡ്. They ordered dash a pair of shoes. അപ്പം ഈ സെന്റൻസ് ഒന്ന് നോക്കിക്കേ. They ordered. ഓപ്ഷനിലേക്ക് നോക്കാം. for, to, in. ഇവിടെ ഒരു പ്രിപ്പോസിഷന്റെ ആവശ്യം ഇല്ല. അപ്പോ ദേ ഓർഡർഡ് എ പെയർ ഓഫ് ഷൂസ് മതി. നോ പ്രിപ്പോസിഷൻ നീഡഡ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന കേരള PSC എക്സാംസിന് വേണ്ടിയിട്ട് ഉടനെ തന്നെ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. +2 ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടി 26 ഓഗസ്റ്റിന് ഒരു 120 ദിവസത്തെ ബാച്ച് കോഴ്സ് ദിശ എന്ന പേരിലുള്ള ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും, മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കോഴ്സുകളും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടോട് കൂടി കോഴ്സ് കിട്ടുന്നതാണ്. കൂടാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു 30 ദിവസത്തെ റിവിഷൻ കോഴ്സ് 25 ഓഗസ്റ്റിന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഉള്ളൊരു ഓഫർ എന്ന് പറയുന്നത് ഓഗസ്റ്റ് മെഗാ ബമ്പർ ഓഫർ ആണ്. അതായത് 12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 2 മാസം കൂടി സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. 29 ഓഗസ്റ്റ് വരെ മാത്രമേ ഈ ഓഫർ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. The nation dash every man to help the needy. The nation എന്താണ്? എക്സ്പെക്ട്സ് ആണ്. കാരണം നേഷൻ എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം എക്സ്പെക്ട്സ്. The dash action of the children made the dog to attack them. Provocative ആണ്. Provocative. The provocative action of the children made the dog to attack them. The soldier died dash several wounds. അപ്പൊ സോൾജിയർ എന്തുകൊണ്ടാണ് മരിച്ചത്? കുറെ മുറിവൊക്കെ ഏറ്റിട്ടാണ് സോൾജിയർ മരിച്ചത്. അപ്പൊ അതിന്റെ ഒരു കാരണം പറയാൻ വേണ്ടിയിട്ട് died from the soldier died from several wounds. The man tried dash to rectify the defect. അപ്പം man എന്ത് ചെയ്തു? tried hard to rectify the defect. ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിച്ചു. ഹാർഡാണ്, ഹാർഡ്. When I first met the principal, he dash a meeting. ഞാൻ ആദ്യമായിട്ട് പ്രിൻസിപ്പലിനെ കണ്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? He was presiding a meeting. The passive form of
പുട്ട് ഔട്ട് ദ ഫയർ. അപ്പൊ പുട്ട് ഔട്ട് ദ ഫയർ എന്ന് പറയുന്നത് ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. പുട്ട് എന്ന് പറയുന്ന വെർബ്, വെർബിൽ തുടങ്ങുന്നത് ഇമ്പരേറ്റീവ് സെന്റൻസ്. അപ്പൊ ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ പാസീവ് ഫോം എന്താണ്? ലെറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ലെറ്റ് ദ ഫയർ ബി പുട്ട് ഔട്ട്. വേറെ ഒന്നിലും ലെറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ലെറ്റ് ദ ഫയർ ബി പുട്ട് ഔട്ട്, അതാണ് ആൻസർ. ഓക്കെ. ദ ബേബി ലവ്സ് ഡാഷ് ടോയ്സ്. അപ്പൊ ബേബി എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ഒരു വസ്തുക്കളെയും കുഞ്ഞു പിള്ളേരെയും എല്ലാം ഇറ്റ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ദ ബേബി ലവ്സ് ഇറ്റ്സ് ടോയ്സ് ആണ് വരുന്നത്. ഹിസ് അല്ല, ഹെർ അല്ല, ദേർ അല്ല. ബേബി ആണാകാം, പെണ്ണാകാം. പിന്നെ ദേർ എന്ന് പറയുമ്പോൾ പ്ലൂറൽ അല്ലേ, അത് വരത്തില്ല. അപ്പോൾ ഇറ്റ്സ് ഒരു വസ്തു എന്നുള്ള രീതിയിൽ ഇറ്റ്സ് ആണ് അവിടെ. നമ്മൾ ബേബീസിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ആണ് ചേർക്കാറ്. ഓക്കെ. ഐ ആം സോറി ഐ ഡാഷ് യു. ഐ ആം സോറി ഐ disagree with you. Disagree with someone. Disagree with you. I am confident dash success this time. I am confident of success this time. Confident of. The girls dash he praised were delighted. The girls whom he praised were delighted. ആരെയാണോ പ്രശംസിച്ചത് അവർ ഡിലൈറ്റഡ് ആയി. ഓക്കെ. ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ്. ഈ തന്നിരിക്കുന്നതിലെ പ്ലൂറൽ ഫോം കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഫോർമുലാസ് അല്ല, ഫോർമുലേ ആണ്. ഫോർമുലയുടെ പ്ലൂറൽ ഫോർമുലേ. ഷീപ്പ് തന്നെ, ഇൻഫോർമേഷൻ തന്നെ. പെർഫോമേ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള പ്ലൂറൽ. വിച്ച് വേർഡ് ഈസ് നോട്ട് സ്പെൽഡ് കറക്റ്റ്ലി. ഇവിടെ തെറ്റായിട്ട് സ്പെല്ലിംഗ് തന്നേക്കുന്ന ഏതാണ്? ബൊക്കെ ശരിയാണ്, ഡെബ്യൂട്ട് ശരിയാണ്, റെറ്റ് ശരിയാണ്. ബാങ്ക്വറ്റ് എന്ന് പറയുന്നത് BANQUET മതി. BANQUET മതി. എന്താണ്? വിരുന്നാണ് ബാങ്ക്വറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതാണ് അവിടെ ഉത്തരം. അത് തെറ്റായിട്ട് തന്നിരിക്കുന്നത് അതാണ്. വിച്ച് വേർഡ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്. ശരിയായിട്ട് തന്നിരിക്കുന്ന ഏതാണ്? ആന്റിക്കിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, പെർസീവറൻസിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, റെസൊണൻസിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, സെപ്പറേറ്റ് ആണ് ഇവിടെ ശരി. ആന്റിക്കിന്റെ സ്പെല്ലിംഗ് എന്താ? ആന്റി. QUE ഉണ്ട്. QUE. ANTIQUE. റെസൊണൻസ് എന്താ തെറ്റിയത്? RESONANCE ആണ്. ഇവിടെ EN ആണ് തന്നിരിക്കുന്നത്, അവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്. പെർസീവറൻസ് എവിടെയാ തെറ്റിയത്? പെർസീവറൻസിൽ PERSEVERANCE ആണ് ഇവിടെ വരേണ്ടത്, അതാണ് ഇവിടെ മിസ്റ്റേക്ക് പറ്റിയത്. സെപ്പറേറ്റ് ശരിയാണ്. അടുത്ത ചോദ്യം, റെഡിനെസ് ഓർ ഇൻക്ലിനേഷൻ ടു ഫൈറ്റ്. റെഡിനെസ് ഓർ ഇൻക്ലിനേഷൻ ടു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അതെന്താണ്? പഗ്നാസിറ്റി ആണ്. ആൻ എക്സ്ട്രീംലി വിക്ഡ് ആക്ടിനെ എന്താ പറയാ? ആട്രോസിറ്റി എന്നാണ് പറയുന്നത്. അതിക്രമം. ആട്രോസിറ്റി. ചൂസ് ദ ആന്റോണിം ഓഫ് ദ വേർഡ് ബ്ലണ്ട്. ബ്ലണ്ടിന്റെ ഓപ്പോസിറ്റ് ഷാർപ്പ്. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഷാർപ്പാണ് ബ്ലണ്ട്. ഓക്കെ. ഷാർപ്പിന്റെ ഓപ്പോസിറ്റ് ആണ് ബ്ലണ്ട്. കംപ്ലീറ്റ് ദ സെന്റൻസ്. ദ ബോയ്സ് സെൽഡം ആൻസർ വെൽ. അപ്പോ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ്. ദ ബോയ്സ് സെൽഡം എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡ് ആണ്. ബോയ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺ ആണ്. അപ്പോൾ നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് പോസിറ്റീവ് ടാഗ് ആണ് ചേർക്കേണ്ടത്. അപ്പൊ ഡോൺ ദേ വരത്തില്ല. ഇനി ബോയ്സ് പ്ലൂറൽ അല്ലേ, അപ്പോ ഡു ആണ് വരുന്നത്. ഡു ദേ. ഇനി ഡിഡ് ദേ എന്തുകൊണ്ടാണ് വരാത്തത്? ഡിഡ് ദേ വരാത്തത് ഈ സെന്റൻസ് പാസ്റ്റ് ടെൻസ് അല്ലാത്തത് കൊണ്ട് ഡിഡ് ദേ വരത്തില്ല. ഡസ് ഹി വരുവോ? ഇല്ല, കാരണം ഹി അല്ല ഇവിടെ, ബോയ്സ് ആണ് അല്ലെ, പ്ലൂറൽ ആണ്. അപ്പം ഡു ദേ ആണ് ആൻസർ. അടുത്തത്, ഈച്ച് വൺ ഓഫ് അവർ ഹൗസസ് ഡാഷ് ടു ലെറ്റ്. ഈച്ച് വൺ ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗണും സിംഗുലാർ വെർബുമാണ് ചേർക്കേണ്ടത്. അപ്പൊ ഏതാ ഉത്തരം? ഈസ് ആണ് ഉത്തരം. അവസാനത്തെ ചോദ്യം, ഐ ആം വെരി ഡാഷ് ടു മീറ്റ് യു. ഐ ആം വെരി ഡിലൈറ്റഡ് ടു മീറ്റ് യു. ഐ ആം വെരി ഡിലൈറ്റഡ് ടു മീറ്റ് യു. അപ്പൊ ഇത്രയാണ് 25 ചോദ്യങ്ങൾ. ഗ്രാമറും ഉണ്ടായിരുന്നു, വൊക്കാബുലറി പോർഷൻസും ഉണ്ടായിരുന്നു. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു.